വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെല്ലൂരിൽ നിന്നുള്ള സ്ഥലത്ത് മാതന്നൂര് ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ വളരെ കാമാണ്. അപ്പുറത്തെ സൈഡായിട്ടൊരു മൗണ്ടെയിൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ കമ്പനി തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഇത് അധികമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. മീൻസ് ഇങ്ങനെ വർക്ക് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. കുറച്ചേരം കഴിയുമ്പോഴാണ് ഒരു ഇനി നാളെ കാലത്തായിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കാമാണ്, പിന്നെ ഭയങ്കര കൂളാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇവിടെ ഭയങ്കര കൂളാണ്. ഒരു 4:30 5:30 ആകുമ്പോൾ ഇവിടെ ഭയങ്കര കൂളായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു JCB ഉണ്ട്. ഈ JCB വെച്ചിട്ട് അവിടുന്ന് ആ ഒരു പ്ലേസ് തൊട്ട് ആ പാറകൾ വരെ അവരിവിടെ കമ്പനി തുടങ്ങാനാണ്. അപ്പം നമുക്ക് ആ സൈഡിൽ ചേർത്തൊന്ന് പോയി നോക്കാം. ഇപ്പം ഞാൻ ഈ വഴിക്കോടെ ഇങ്ങനെ ഇവിടെ കുറേ കുഴികളാണ്. അപ്പം ഈ കുഴികൾ മെയിനായിട്ട് ഇവിടെ കുഴികളാണ്. ഇവിടെ സ്ട്രെയിറ്റായിട്ട് അവിടെ ആ ഭാഗമായിട്ടാണ് അവിടെ കയറ്റി തുടങ്ങുക. നമുക്ക് അവിടെ പോയാൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമുക്ക് കുറേ മുള്ളുകളാണ്, യൂഷ്വലായിട്ട് കുറേ മുള്ളുകളാണ് അവിടെ. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ കുറേ മുള്ളുകളാണ്. പിന്നെ ഇവിടെ JCB വലിയതാണ്. അപ്പം ഈ വഴിക്കോടൊക്കെ നന്നായി പോവും JCBകൾ. പിന്നെ ഇവിടെ അവിടേക്ക് ആയിട്ട് വെള്ളം ചില നേരത്ത് വരും. അപ്പോൾ കുഞ്ഞു കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ യൂഷ്വലായിട്ട് കുഞ്ഞു കുട്ടികളാണ് വന്നിട്ടാണ് ഇങ്ങനെ യൂഷ്വലായിട്ട് കുഞ്ഞു കുട്ടികൾ വന്നിട്ടാണ് അവിടെ വെള്ളം എടുക്കുന്നത്. പിന്നെ ഇവിടെ സൈക്കിളും ഒക്കെ ചവിട്ടാൻ എന്ത് സുഖമാണെന്നറിയോ, ഭയങ്കര സുഖമാണ്. ഇങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ സൈക്കിള് ചവിട്ടാൻ പറ്റും. പിന്നെ ഇങ്ങനെ കുറേ വണ്ടികൾ അങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് ചവിട്ടാൻ പറ്റും. പിന്നെ അപ്പുറത്തെ സൈഡ് ഒരു മൗണ്ടെയിൻ ആണ്. മൗണ്ടെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വലിയൊരു മലയാണ്, ഒരു വലിയൊരു മലയാണ്. ഈ മല ഇങ്ങനെ അറ്റത്ത് അവിടുന്ന് നമ്മൾ ഈ മാതന്നൂർ ഈ സ്ഥലത്ത് വരുമ്പോൾ ആ വഴിയിൽ ഈ മലയെന്നല്ല ആ വഴിയിൽ ഞാൻ വന്നപ്പോൾ ഒരു മല കണ്ടു. ആ മല ഈ മലയാണ് തന്നെയാണ്. അപ്പം ആ മല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകാൻ പോലെ തോന്നും. അതുപോലെ ഇപ്പം നമ്മളിങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഇവിടെ കുറേ സ്മോൾ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അവിടെ പുല്ലുകൾ പച്ചപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്നലെയല്ല മിനിഞ്ഞാന്നായിട്ട് ഇവിടെ മഴ പെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് പച്ചപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെയും കുഴി തോണ്ടിയിട്ടുണ്ട്. അപ്പം അവിടെ ഒക്കെ കമ്പനി തുടങ്ങാനാണ് ഇവിടുത്തെ ആളുടെ ഒരു പ്ലാൻ. അപ്പോൾ JCB എടുത്തിട്ടാണ് ഇതെല്ലാം കുഴി തുടങ്ങുന്നത്. എവറിബഡി നോസ് ദാറ്റ് JCB എടുത്തിട്ടാണ് കുഴി തുടങ്ങുന്നത്. പിന്നെ അവിടെ ഇവിടെയായിട്ട് എന്താ പറയുക, അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഹട്ട്സും ഹൗസ് ഇങ്ങനെ കുറച്ച് ബിൽഡിംഗ് വെച്ചിട്ട് ഇവരിങ്ങനെ കുറച്ച് ബ്രിക്സും അതും ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ കുഞ്ഞ് തൽക്കാലം ജീവിക്കാൻ വേണ്ടിയിട്ടൊരു വീട് അവിടെ പണിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ കുറേ പ്ലാന്റ്സ് ആണ്. യൂഷ്വലായിട്ട് അവിടെ കോക്കനട്ട് ട്രീസ് ആണ്, തെങ്ങുകളാണ്. അപ്പോൾ അവിടെയാണ് യൂഷ്വലായിട്ട് കോക്കനട്ട് ട്രീ. അവിടെ തെങ്ങ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഭയങ്കര കാമാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ട് ട്രീസിൻ്റെ ആ ട്രീസിന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മളാണ് മനുഷ്യർ വന്നിട്ടാണ് ഈ സ്ഥലം ഭയങ്കര കാമായിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ മല, അപ്പോൾ ആ പാറകൾ അതെല്ലാം കാണാൻ എന്ത് മനോഹരമാണ്. അപ്പോൾ അവിടെ ആയിട്ട് ഭയങ്കര ട്രീസ് ഉണ്ട്, ചെടികളുണ്ട്. അവിടെയായിട്ട് എന്തോ ഒരു പ്ലാന്റ് ഉണ്ട്, എന്താണെന്നറിയില്ല, സംതിങ് നല്ല പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് രാത്രിയാകുമ്പോൾ നല്ല പാമ്പുകൾ വരും. വി ഹാവ് ടു ബി കെയർഫുൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സ്ഥലം വാങ്ങാനൊക്കെ ചില ആൾക്കാർ വരും. അത് നോക്കി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ പറയാൻ
യൂഷ്വലായിട്ട് കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് സ്മോൾ ബേർഡ്സ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് വരുന്ന എല്ലാം ചെയ്യും. അപ്പോൾ ഈ സ്ഥലം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഈ സ്ഥലം ഭയങ്കര കാമായിരിക്കുമ്പോൾ മനുഷ്യരും ബേർഡ്സും ആണ് എന്താ പറയുക സൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അവിടെ ആയിട്ട് ഒരു കുഞ്ഞു മലയുണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു മല ഭയങ്കര വലിയൊരു മലയാണ്. ആ മല കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആ മലയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് കിട്ടിയാൽ മതി. പക്ഷെ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥിതിയായിരിക്കും അവിടെ. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു സ്ഥിതിയായിരിക്കും ഇവിടെ. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ 2 ബേർഡ്സ്. ഇവിടെ യൂഷ്വലായിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടെ മുള്ളുകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ്. നമ്മൾ നടക്കുന്ന വെയിൽ കുഞ്ഞു കുഞ്ഞു ചെടികളാണുള്ളത്. നമുക്കൊന്നും ചെയ്യാനാകില്ല. കുഞ്ഞു കുഞ്ഞു ചെടികളാണുള്ളത്. അതും മുള്ളുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് നടക്കണം. പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയുക, ഇവിടെ നല്ല കൂളായിരിക്കും. ഈ സമയമൊക്കെ വന്നാലാണ് നല്ല കൂളായിരിക്കുക. ഇവിടെ അധികം ആയിട്ട് അവിടെയാണ് ഇത് വന്നത്. അപ്പോൾ ഈ സ്ഥലം മൊത്തം കമ്പനി തുടങ്ങാനാണ് ഇവിടുത്തെ ആളുടെ ഒരു പ്ലാൻ. പിന്നെ അവിടെ ആയിട്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഹട്ടും എല്ലാം കാണാൻ പറ്റും. പിന്നെ അവിടെ ആയിട്ട് നല്ലൊരു കൃഷിത്തോട്ടം ഉണ്ടെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കൃഷിത്തോട്ടമായിട്ട് നല്ലതായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ എന്തിട്ട് പറയാനുള്ള പിന്നെ അപ്പോൾ ഇന്നത്തെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ അവിടെ തീരുമാനിക്കുന്ന നാളെ രാത്രി. കാണാൻ